യാത്രക്കാരന് വിശപ്പ് സഹിക്കാതെയായി. ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ഭാഗ്യം. അപ്പോഴാണ് ഒരു ഈത്തപ്പഴത്തോട്ടം കാണുന്നത്. അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നറിയാം. അങ്ങനെ അദ്ദേഹം ഈത്തപ്പനയിലേക്ക് വലിഞ്ഞു കയറി ഈത്തപ്പഴങ്ങൾ ഓരോന്നോരോന്നായി കഴിക്കാൻ തുടങ്ങി. ഡാ എന്നൊരു അലർച്ച. അദ്ദേഹം ഞെട്ടി. അതാ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ദേഷ്യം പിടിച്ചു നിൽക്കുന്നു. കൂടൊരടിമയുമുണ്ട്. എന്തും ചെയ്യാനായി അദ്ദേഹം ഈത്തപ്പഴ മരത്തിൽ നിന്ന് ഇറങ്ങി. അടിമ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെല്ലാം ബലമായി വലിച്ചു വരും. അദ്ദേഹത്തെ മരത്തിൽ കെട്ടി ചാട്ടവേറുകൾ കൊണ്ട് അടിക്കാൻ തുടങ്ങി. അദ്ദേഹം അലറിക്കരഞ്ഞു. വിശപ്പ് സഹിക്കാത്തത് കൊണ്ടാണ് 2 ദിവസമായി എന്തേലും കഴിച്ചിട്ട്. തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഇതൊന്നും കാര്യമാക്കില്ല. അദ്ദേഹം വീണ്ടും അടിക്കാൻ തുടങ്ങി. ആ മരത്തിൽ മേൽ വന്നിരുന്ന പക്ഷികളെല്ലാം എങ്ങോട്ടോ പാറിപ്പോയി ഇദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ടു. അങ്ങനെ യാത്രക്കാരൻ മിണ്ടാതെയായി. തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ദേഷ്യവും തീർന്നു. അദ്ദേഹം അടിമയും കൂട്ടി എങ്ങോട്ടോ പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതുവഴിയിലൂടെ ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം ഈ യാത്രക്കാരനെ കണ്ടു. അദ്ദേഹത്തിന്റെ കെട്ടുകളെല്ലാം അഴിച്ചു തോളിൽ നിന്നുള്ള സഞ്ചിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തെ കുടഞ്ഞു. യാത്രക്കാരന് വെള്ളം കൊടുത്തു. കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറയണം. അങ്ങനെ യാത്രക്കാരനെയും കൂട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തി. ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരും. എന്തിനാണ് നിങ്ങൾ ഇദ്ദേഹത്തെ മർദ്ദിച്ചത്? തോട്ടത്തിന്റെ ഉടമസ്ഥന് ഒരു കൂസലുമില്ലാതെ പറഞ്ഞു, അദ്ദേഹം എന്റെ തോട്ടത്തിൽ കയറി ഈത്തപ്പഴം പൊട്ടിച്ചു കഴിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ അടിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശപ്പ് പറയുന്നത് ഒരു കുറ്റമല്ല. ഒരു മനുഷ്യന് വിശന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിന്താഗതികളെല്ലാം മാറും. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം പൊട്ടിച്ച സമയത്ത് നിങ്ങൾക്ക് മാപ്പാക്കാമായിരുന്നു. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈത്തപ്പഴം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തെ ആക്രമിച്ചത് ശരിയായില്ല. ഇത് കേട്ട ഭൂമിയുടെ ഉടമസ്ഥൻ ഞെട്ടിപ്പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ബലമായി വലിച്ചൂരിയ വസ്ത്രം അദ്ദേഹത്തിനെ തന്നെ തിരിച്ചേൽപ്പിക്കുക. ഈ യാത്രക്കാരന് ആവശ്യമായ ഈത്തപ്പഴങ്ങളെല്ലാം നിങ്ങൾ നൽകുക. തോട്ടത്തിന്റെ ഉടമസ്ഥൻ യാത്രക്കാരനോട് മാപ്പ് പറഞ്ഞു. ബലമായി വലിച്ചൂരിയ വസ്ത്രങ്ങളെല്ലാം തിരിച്ചു നൽകി. ഈത്തപ്പഴങ്ങളും കൊടുത്തു വിട്ടു.